കൈക്കൂലി കേസിൽ പിടിയിലായ RTO ജേഴ്സനെ തെളിവെടുപ്പിനെത്തിച്ചിരിക്കുന്നു. എറണാകുളം കളക്ടറേറ്റിലെയും വീഡിയോ ഓഫീസിലെത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. ശ്യാം പ്രസാദ് ഉത്തമന് വിവരങ്ങളുമായിട്ട്. ശ്യാമേ, മദ്യക്കുപ്പി, സ്വത്ത് വിവരങ്ങൾ, പണം എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ കൈയടക്കാൻ പറ്റുമോ അതൊക്കെ നോക്കിയിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള കിട്ടിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും അദ്ദേഹത്തിന് പറയാനും ഉണ്ടാകില്ലല്ലേ? അതിവിഷയം തന്നെയാണ്. അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാനുണ്ടായിട്ടില്ല. കാരണം ഇതൊക്കെ ചെയ്തത് താൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും പറയാതെ ഈ തെളിവെടുപ്പിനിടെ അദ്ദേഹം തലകുനിച്ച് പോകുന്നതാണ് നമുക്ക് കണ്ടത്. ഇന്നിപ്പോൾ അല്പം മുമ്പ് എറണാകുളം കളക്ടറേറ്റിലെ RTO ഓഫീസിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അവിടെയാണ് പ്രധാനമായിട്ടും ഈ പണവും മറ്റുമൊക്കെ വാങ്ങാനായിട്ട് അദ്ദേഹം ഈ സ്ഥലം കണ്ടെത്തിയിരുന്നത്. അവിടുത്തെ ക്യാൻറ്റീനിലാണ് ഈ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ, അതായത് സജേഷ് 2ാം പ്രതി, അതോടൊപ്പം തന്നെ ഈ രാമപ്പടിയാർ, ഇവർ രണ്ടുപേരും ആ ക്യാൻറ്റീനിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് സംസാരിച്ചതും ഈ കാര്യങ്ങൾ തീരുമാനിച്ചതുമൊക്കെ ഈ ജേഴ്സൺ പ്രധാനമായിട്ടും വാട്സപ്പ് വഴിയാണ് ഇത്തരത്തിൽ ഇവരെ വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നത്. വാട്സപ്പ് കോളുകളാണ് ഉപയോഗിച്ചിരുന്നത്. വാട്സപ്പിലൂടെയാണ് കാര്യങ്ങൾ നീക്കിയതും ഈ പണം എത്ര കിട്ടണം, എത്ര വാങ്ങണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നീക്കുപോക്ക് വരുത്തിയിരുന്നു. അതും ഇദ്ദേഹം നേരിട്ടല്ല, ഏജന്റുമാർ വഴിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അതിൽ പ്രധാനിയാണ് ഈ രാമപ്പടിയാർ വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് വിജിലൻസും വ്യക്തമാക്കുന്നത്. ഇയാൾക്ക് നിലവിൽ സ്വത്ത് വകകൾ കൂടാതെ ഭൂസ്വത്തുകൾ മൂന്നാറിലടക്കമുണ്ട് എന്നും മനസ്സിലാക്കുന്നു. നാളെയാണ് ഇയാളുടെ കസ്റ്റഡി കാലാവധി തീരുന്നത്. നാളെ ഇതിനൊപ്പം തന്നെ അദ്ദേഹം ജാമ്യാപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങളിൽ തെളിവെടുപ്പും കാര്യങ്ങളുമാണെന്ന് ഇദ്ദേഹത്തിന് അത്യാവശ്യം ഒരുപാട് വർഷത്തെ സർവീസ് ഉണ്ട്, പലയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ കാലങ്ങളായിട്ട് ഈ ഒരു ശീലമായിരുന്നിരിക്കണം അല്ലേ? അതായത് ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും പറയുന്നത് വളരെയേറെ ദൈവവിശ്വാസവും ഭക്തിയും ഒക്കെ ഉള്ള ആളാണ് ജേഴ്സൺ. കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ പണം കൈക്കൂലി വാങ്ങുന്ന ആളാണെന്ന് പറയില്ല. സാധാരണഗതിയിൽ ഈ മോട്ടോർ വാഹന വകുപ്പിൽ എപ്പോഴും കൈക്കൂലി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആളുകൾക്ക് നേരിട്ട് ചെന്നാൽ ഇത്തരത്തിൽ ഈ സേവനങ്ങൾ ലഭ്യമാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. മോട്ടോർ വാഹന വകുപ്പിലെ ഓരോ അപേക്ഷകൾ പോലും ആളുകൾക്ക് മനസ്സിലാകാത്ത തരത്തിലല്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ഏജന്റുമാരെയാണ് ഇത്തരക്കാർ പ്രധാനമായിട്ടും ജനങ്ങൾ പോലും സമീപിക്കുന്നത്. അങ്ങനെ ഏജന്റുമാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കാൻ ഈ ഉദ്യോഗസ്ഥരെ ചാക്കിലാക്കി അവർക്ക് കൈക്കൂലി നൽകുന്നൊരു സമീപനമാണ് RTO ഓഫീസുകളിൽ മിക്കതും കണ്ടുവരുന്നത്. അങ്ങനെ ഒരു ഇടനിലക്കാരെ ഇദ്ദേഹം വെച്ചുകൊണ്ട് മിക്കയിടത്തും, പാലക്കാട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഇരുന്നിട്ടുണ്ട്, ഈ ഇടങ്ങളിലെല്ലാം ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചിരുന്നു. അതും ഈ ഏജന്റുമാർ മുഖേനയാണ് പലരിൽ നിന്നും പണം വാങ്ങിയത്. ഏറ്റവും കൂടുതൽ ഈ ബസ്സുകളുടെ റൂട്ട് നിശ്ചയിക്കുന്നതും പെർമിറ്റ് നിശ്ചയിക്കുന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അത്തരം കാര്യങ്ങൾക്കാണ് ഇതിൽ ഈ കൈക്കൂലിയായിട്ട് പണം വാങ്ങിയിരുന്നത്. ഒടുവിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കൈക്കൂലി കൊടുത്ത ആളുകൾ തന്നെയാണ് ജേഴ്സന് പണി കൊടുത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ